ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുൽത്താനയാണ്. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, അതായത് ഇത് റെക്കോർഡ് ചെയ്യുന്നത് ജൂൺ 26-ാം തീയതിയാണ് കേട്ടോ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ അന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതെന്ന് അപ്ലോഡ് ചെയ്യും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയില്ല. എന്നാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ 2 ദിവസം 3 ദിവസം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കണ്ടോളൂ. ഫസ്റ്റ് പറയാം, നമ്മൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന് പറഞ്ഞിട്ട് ആചരിച്ചിട്ട് നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, അതുപോലെ പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ബാനറുകളൊക്കെ വെച്ചിട്ടും കുറേയൊക്കെ ടോക്കൊക്കെ ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് കുറേ പ്രസംഗിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ആദ്യം, അതായത് നമ്മുടെ പൊതുസ്ഥലങ്ങളിൽ ലഹരി ഉപയോഗം നിർത്തണം എന്ന് പറയുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ ലഹരി ഉപയോഗം നിർത്തുന്നതിന് മുമ്പ് നിർത്തേണ്ട ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? നമ്മുടെ ക്ലാസ് മുറികളിലാണെന്ന് പറയും. ക്ലാസ് മുറികളിലല്ല, അതിൻ്റെ മുമ്പേ ഒരു സ്ഥലമുണ്ട്. എവിടെയാണെന്നറിയോ? നമ്മുടെ വീട്ടിൽ സിഗരറ്റ് വലിക്കുന്നവരുണ്ടാവും, അല്ലേ? ബീഡി വലിക്കുന്നവരുണ്ടാവും, ഹാൻഡ്സ് ഉപയോഗിക്കുന്നവരുണ്ടാവും. പലതരത്തിൽ നമ്മൾ ഈ ചെറിയ റോജാപ്പാക്ക് എന്ന് പറയുന്ന പാക്കുണ്ടല്ലോ, ആ പാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കല്യാണത്തിനൊക്കെ പോയി വരുമ്പോൾ ചെറിയ 25 പൈസയൊക്കെ പണ്ടുണ്ടായിരുന്നുള്ളൂ. ആ റോജാപ്പാക്ക് എല്ലാ അമ്മമാരും ഒരു 2 അധികം എക്സ്ട്രാ വാങ്ങിയിട്ട് വരും. ഈ റോജാപ്പാക്ക് വാങ്ങുന്ന ഈ റോജാപ്പാക്ക് ഉണ്ടല്ലോ, ഇതിൽ മയക്കുമരുന്നുണ്ട്. അത് തിന്നവർക്കറിയാം ഒരു മപ്പാണത്. അതിങ്ങനെ ആക്കി അതിങ്ങനെ അടി കളിച്ചിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് ആടില്ല, ചെറുതായിട്ട് ആടും. അതേപോലെ തന്നെ കള്ള്, നമ്മൾ പലതരത്തിലുള്ള കള്ളുകളുണ്ടല്ലോ, എനിക്കതിനെപ്പറ്റി വലിയ വിവരമല്ല. പക്ഷേ ലഹരി, അതായത് ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ എന്താണ്, ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെയല്ല, ഇനി മതം കൊടുന്നൊന്നും പറയണ്ട കേട്ടോ. എല്ലാ ആളുകളുടെ വീട്ടിലും, അധികം ആളുകളുടെ, മുസ്ലിങ്ങളുടെ വീട്ടിൽ അടക്കം ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം പല ആൾക്കാരുടെ വീട്ടിലുള്ള ഒരു എന്താ പറയുക, സങ്കടകരമായ ഒരവസ്ഥയാണ്. പക്ഷേ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് ഉപ്പമാർ നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്. ഉപ്പമാരായിരിക്കാം, ആങ്ങളമാരായിരിക്കാം. ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് വലിച്ചിട്ടില്ല എന്ന് വെച്ചാലും റോട്ടിൽ നിന്ന് അവരെന്തായാലും വലിച്ചിട്ടേ വരുള്ളൂ. അങ്ങനെയുണ്ട്. നിങ്ങൾ ഈ ലഹരി ഉപയോഗം നിർത്തണം നിങ്ങൾ ഈ പുതുതലമുറയോട് കേട്ടോ, പുതിയ തലമുറക്കാരോട്, ന്യൂ ജനറേഷനുകാരോട് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഈ വലിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വലിച്ച് വിട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് ലഹരി ഉപയോഗം നിർത്തണമെന്ന്. ഇങ്ങനെ വലിച്ചു വിട്ടിട്ട്, ഈ വലിച്ചു വിട്ടിട്ട് നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ലഹരി ഉപയോഗിക്കുക, എന്നിട്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കേണ്ടെന്ന് പറയാം. അതെങ്ങനെ ശരിയാവും? ഇപ്പോൾ MDM വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നു. നമ്മുടെ മറ്റേ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകളെ വെച്ചിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ചളവറ പഞ്ചായത്താണ്. അതായത് ഞാനൊക്കെ താമസിക്കുന്ന ഈ ചളവറ പഞ്ചായത്ത്. ഈ ചളവറ പഞ്ചായത്തിൽ ചളവറ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ പരിസരത്താണ് കൂടുതലായിട്ടുമുള്ളത് എന്നും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളെ കേന്ദ്രീകരിച്ചിട്ടോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ചുറ്റുപാടിനെ കേന്ദ്രീകരിച്ചിട്ടോ അല്ല അന്വേഷണം വേണ്ടത്. നിങ്ങളെ പോലീസുമാരോട് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറയട്ടെ, വീടുകളിൽ നിന്ന് അന്വേഷിക്കുക. വീടുകളിൽ നിന്നാണ് ഇതെല്ലാതും പാസ് ചെയ്യുന്നത്. വീടുകളിൽ നിന്ന് പാസ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ സ്കൂളിലും കോളേജിലും ക്ലാസ് മുറികളിലും അല്ലെങ്കിൽ പെട്ടിപ്പീടികളിലും സ്കൂൾ വരാന്തകളിലും എന്ന് വേണ്ട കുറ്റിക്കാട്ടിൽ വരെ ഈ ഒരു സാധനം എത്തുന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നാണ് അത് എത്തുന്നത്. അത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു എന്നല്ല. ചെറിയ ബീഡി വലിച്ചിട്ടാണ് ഓരോരുത്തരും ഇത് തുടങ്ങുന്നത്. എൻ്റെ ഇപ്പ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നത് മുതലേ മൂപ്പര് സിഗരറ്റ് വലിക്കുന്നതാണ്. ഇപ്പം ആൾ ബീഡിയാണ് വലിക്കുന്നത്. പക്ഷേ മൂപ്പര് ബീഡി സിഗരറ്റും വലിച്ച് പഠിച്ചത് എങ്ങനെയാണെന്നറിയോ? ഈ ബീഡി വലിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് ഉണ്ടാവുമല്ലോ, ഇത്ര പോകുന്നൊരു പീസ്, ഈ പീസ് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവും ആൾക്കാർ. ആ പീസ് എന്ത് ചെയ്യും? വെറുതെ ഇങ്ങനെ വെച്ചിട്ട് അതിനൊരു ഒരു ഒരു കട്ട മണം വരില്ലല്ലോ. ഈ ബീഡി വലിക്കുന്നവർ എടുത്തു വന്നാൽ തന്നെ നമുക്കൊരു ജാതി മണം വരില്ലേ? ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വലിച്ചതാണ്. പിന്നെ അത് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. ലേറ്ററല്ല, പണ്ട് മറ്റേ തീപ്പെട്ടിക്കൊള്ളി ഇറത്തിയിട്ട് അങ്ങനെ കത്തിച്ച് വലിക്കാൻ തുടങ്ങി. കത്തിച്ച് വലിച്ച് അത് അഡിക്റ്റഡായിട്ട് ഒരു ദിവസത്തിൽ തന്നെ 5-6 പാക്കറ്റ് സിഗരറ്റ് വലിച്ചാലേ ഉള്ളൂ അവർക്ക് മനസ്സമാധാനം കിട്ടുക. അവർ പറയും ഞങ്ങൾക്ക് ടെൻഷനാണ്, അവിടെ കടാണ് ഇവിടെ കടാണ്. 6 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി വെക്കും.
6 പാക്കറ്റ് സിഗരറ്റ് വലിക്കാൻ അവർക്ക് എത്ര രൂപ ദിവസം അവർ മാറ്റി വെക്കുന്നുണ്ട്? ആ ഒരു പൈസ ഒരു കുടുക്കിയിലോ അല്ലെങ്കിൽ ഒരു ഡപ്പയിലോ ഇട്ട് വെച്ചാൽ ഒരു മാസം എത്രങ്ങാനും പൈസ ഉണ്ടാക്കാം. എന്നിട്ട് ഓരോ കടങ്ങൾ വീട്ടിക്കൂടെ? ലഹരിക്ക് അടിമയായി കഴിഞ്ഞാൽ അതിന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചർ പിടിച്ചൊരു പരിപാടിയാണ്. അത് വരാൻ നല്ല പണിയാണ്. ഇനി അഥവാ ഇൻ കേസ് എങ്ങനെയെങ്കിലും അവരൊന്ന് നിർത്തണം എന്ന് വിചാരിച്ചിട്ട് 2 ദിവസം ഒന്ന് വലിക്കാതെ കഷ്ടപ്പെട്ട് നിർത്തിയാൽ ദേ വരും അവരുടെ ഫ്രണ്ട്സ്. എന്താണോ വലിക്കണില്ലേ ഇജൊന്ന് പോടോന്ന് പറയും. വലി നിർത്തി എന്ന് പറഞ്ഞാലുള്ളൊരു ഡയലോഗാണ്. ഇജൊന്ന് പൊയ്ക്ക, ഇത്ര കാലം വലിച്ചിട്ട് ഇനി വലിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുകാരനെ വീണ്ടും ഒന്നുകൂടി എടുത്തു കൊടുക്കും. ഇതാണ് വലിച്ചു പറയും. ആ നിർത്തിയ ആൾക്കാർ വീണ്ടും വലി തുടങ്ങും. ഇത് നിർത്താൻ പോണില്ല. നമ്മുടെ ക്ലാസ് മുറികളിൽ നിന്നല്ല തുടങ്ങേണ്ടത്. പലരും പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം 10ാം ക്ലാസ് +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ കുറച്ചൊരു പോക്കറ്റ് മണി കിട്ടുകയും ചെയ്യും. ഇവർ കുറച്ച് ഉപയോഗിക്കും, കുറച്ച് വിൽക്കും, കുറച്ച് ഉപയോഗിക്കും, കുറച്ച് വിൽക്കും. ആ വിൽക്കുന്നതിൽ നിന്ന് ഒരു ലാഭം എടുത്തിട്ട് അവർ വീണ്ടും വാങ്ങിയിട്ട് അവർക്കുള്ളത് വാങ്ങും. പക്ഷേ ഇവരുടെ ഈ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഇവർ ഇത് നിൽക്കുന്നത്. ഇവർക്ക് വേണ്ട പൈസ അവർക്ക് കിട്ടും. അതിനൊരു നുള്ളെടുത്തിട്ട് മണക്കേ വലിക്കേ തിരികെ കത്തിച്ചേ എന്തെങ്കിലുമൊക്കെ പുകക്കൊക്കെ ഒരു ചെയ്യും. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് മുറികളിൽ നിന്ന് നമ്മൾ ഇത് നോക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ, അതായത് നിങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികളുടെയൊക്കെ വീടുകളിൽ ചെക്ക് ചെയ്യും. വീടുകളിൽ എത്ര പേര് ലഹരി ഉപയോഗിക്കുന്നുണ്ട്? അച്ഛൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? അച്ഛൻ മാത്രമായിരിക്കില്ല, അമ്മയും ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ അത് അറിയുന്നുണ്ടാവില്ല. അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ആങ്ങളമാരും പെങ്ങന്മാരും വീട്ടിൽ ആരൊക്കെയുള്ളത് വെച്ചാൽ അവരൊക്കെ വ്യക്തമായിട്ട് നന്നായിട്ട് അന്വേഷിക്കണം. പുറത്തേക്ക് നല്ല മാന്യന്മാരായിട്ട് നടക്കുന്ന വ്യക്തികളായിരിക്കും. പക്ഷേ അവർ നന്നായിട്ട് ലഹരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ അവരിങ്ങനെ നടക്കുന്ന ആൾക്കാരായിരിക്കും. ആരും അറിയാൻ പോണില്ല. നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. ആരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും ഉണ്ടായിരിക്കാം. ചിലർ അറിഞ്ഞാലും പറയില്ല. കാരണം ഇതറിഞ്ഞാൽ പല വീട്ടുകാരും കണ്ടിട്ടുണ്ട്. 10 റുപ്യ കിട്ടുന്ന കാര്യമാണ് മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിർത്തുന്ന ആൾക്കാരുണ്ട്. ഈ പേടിപ്പിച്ച് നിർത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞിട്ട് ശ്വാസകോശം അവരുടെ ഇതിലൊക്കെ അതായത് കിഡ്നി ലിവറൊക്കെ പോയിട്ട് അടിച്ചു പോയിട്ട് അവരിങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊള്ളയും പൊളിച്ചിട്ട് മോത് കടത്തിട്ട് സഹായം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ, കരുണ സഹായം. എന്തിനാണ് എനിക്ക് സഹായം ചെയ്ത് കൊടുക്കണം? ഒരു മരിച്ചാണെച്ചാൽ മരിച്ചോട്ടെ. ഈ ലഹരി ഉപയോഗിച്ച ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സഹായം ചെയ്തു കൊടുക്കരുത്. ലഹരി ഉപയോഗിച്ച് അതിന് അടിമപ്പെട്ടിട്ട് അവർക്കൊരു അസുഖം വന്നാൽ അവരെ സഹായിക്കരുത് എന്നേ ഞാൻ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എത്രയോ പേരുണ്ടല്ലോ സഹായത്തിന്. ഇവർക്ക് എന്നിട്ട് സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് സഹായിക്കുക. എന്നിട്ട് ഓലായി കഴിഞ്ഞാൽ അതിൻ്റെ മറവിൽ പിന്നെ ഓല തുണക്കാർ വന്നിട്ട് വലിച്ചാനും കുടിച്ചാനും ഒക്കെ ഉള്ളത് കൊടുക്കുക. അതവർ വലിച്ചും കുടിച്ചും ചെയ്യുക. വീണ്ടും ആൾക്കാരൊക്കെ ഒന്ന് സഹായം വാങ്ങുക. ഇതെന്താ അപ്പോൾ അത് കഥ? ഈ ലഹരി നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നിർത്തണം. അത് നിർത്താത്തിടത്തോളം കാലം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിർത്താൻ പറ്റില്ല, നമ്മളെ സ്കൂളിൽ നിന്ന് നിർത്താൻ പറ്റില്ല, നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പെട്ടിക്കടകളിൽ നിന്നോ കുറ്റിക്കാടുകളിൽ നിന്നോ ഇടവഴികളിൽ നിന്നോ വഴികളിൽ നിന്നോ ഹൈവേ റോഡിൽ നിന്നോ എവിടൊന്നും നിർത്താൻ കഴിയില്ല. അതാദ്യം നിർത്തി കഴിഞ്ഞാൽ തന്നെ ഇതിനൊക്കെ ഒരു അതിര് വരുള്ളൂ. പിന്നെ ആൺകുട്ടികൾ മാത്രമാണ് ഈ ഒരു ലഹരി ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ആൺകുട്ടികൾ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നത്, പെൺകുട്ടികളും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെറുതായിട്ടെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ 1 രൂപക്ക് അല്ലെങ്കിൽ 2 രൂപക്കൊക്കെ കിട്ടുന്ന ച്യൂയിങ്കം ഉണ്ടല്ലോ, ഈ ച്യൂയിങ്കം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതൊരു ലഹരിയാണ്. അതിൻ്റെ ഉള്ളിലും ചെറുതായൊരു ലഹരിയുണ്ട്. അത് നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് പ്രാധാന്യം പറഞ്ഞിട്ട് നിങ്ങൾ വിജയിക്കാതിരിക്കൊന്നും വേണ്ട. അതായത് ഞങ്ങൾ 3-ലോ 4-ലാണെന്ന് കറക്റ്റ് ഓർമ്മയില്ല, അവിടെ പഠിക്കുന്ന സമയത്ത്, അതായത് ഞാൻ വാണിയംകുളം സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞങ്ങൾ LP സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ പള്ളിയിലച്ചന്മാർ വന്നിട്ട് ക്ലാസ് എടുക്കാറുണ്ട്. പള്ളിയിലച്ചന്മാർ വന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ എന്താ പറയാറെന്ന് അറിയാം? കുട്ടികൾക്ക് ഒരിക്കലും നിങ്ങൾ ച്യൂയിങ്കം വാങ്ങിക്കൊടുക്കരുതെന്ന് പറയും. അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ ച്യൂയിങ്കം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കടിച്ചിട്ട് എത്ര നീര് പോയാലും ആ ഒരു വെറും ഒരു സാധനം, ഇങ്ങനെ ഒട്ടുന്ന ഒരു സാധനം നമ്മൾ കടിച്ചുകൊണ്ടേയിരിക്കും. ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, പക്ഷെ കടിച്ചുകൊണ്ടേയിരിക്കും. ഈ കടിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകിൽ അത് ഇറങ്ങിപ്പോകണം, അതല്ലെങ്കിൽ വായിന് എങ്ങനെയും താഴത്തേക്ക് പുറത്തേക്ക് വീഴണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. ഒരു ച്യൂയിങ്കം നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഉള്ളൂ ചതക്കാം, 2, 3, 4 മണിക്കൂർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രമാണ് നമ്മൾ ചമക്കുന്നത്. അത് എത്ര ശതമാനം എന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ.
പക്ഷേ അതിന് പോലും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ സ്കൂളിൻ്റെ അടുത്ത് കടകൾ പാടില്ല, കടകൾ പാടില്ല, കടകളിൽ ലഹരി ഉപയോഗിക്കുന്നത് പാടില്ല. അതായത് സിഗരറ്റ് അല്ലെങ്കിൽ പാൻപരാഗ്, ഹാൻസ്, അങ്ങനെയുള്ള മയക്കുമരുന്ന്, വേറെയുള്ള മയക്കുമരുന്ന് സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ അടുത്തുള്ള കടകളിൽ നിങ്ങൾ എത്ര കടകളിൽ ചൂയിങ്കം ഉപയോഗിക്കുന്നുണ്ടോ നോക്കി നോക്കി. ചൂയിങ്കങ്ങൾ, പല തരത്തിലുള്ള ചൂയിങ്കങ്ങൾ മിഠായികളിലും ഉണ്ട് കേട്ടോ. മിഠായികളിൽ ഇപ്പോൾ ഏതാണ് പറയേണ്ടതെന്ന് അറിയാനിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് മിഠായികളിലും പ്രത്യേകിച്ച് ചൂയിങ്കത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അത് നമ്മളിപ്പോൾ ഒരു എക്ലയറാ തിന്നിക്കണെന്ന് വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ഈമ്പിട്ടോ അല്ലെങ്കിൽ കടിച്ചിട്ടോ തിന്നു കഴിഞ്ഞാൽ അത് വേഗം കഴിക്കും. പക്ഷേ പബ്ലിക്ക് അങ്ങനെയല്ല, മണിക്കൂറുകളാണ്. രാവിലെ വായിലിട്ട പബ്ലിക്കും ഉച്ചക്കേ കളയുള്ളൂ. 3-4 മണിക്കൂർ ആ കുട്ടി വായിലിട്ടുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം അവർ അതിന് അഡിക്റ്റഡ് ആയി എന്നുള്ളതിൻ്റെ അർത്ഥമാണത്. കൂടുതലായിട്ടും ഈ ചുയിങ്കങ്ങൾ ഉപയോഗിക്കുന്നത് ഒക്കെ നമ്മൾ നിർത്തലാക്കണം. നമ്മുടെ വീട്ടിൽ നിന്ന് നിർത്തലാക്കണം. വീട്ടിൽ നിന്ന് 1 രൂപയൊക്കെ ആരും കൊടുക്കുന്നുണ്ടാവുക, അത് 1 രൂപയാണെന്നുള്ളത്. ചുയിങ്കം നിങ്ങൾ വാങ്ങണ്ട, വേറെ എന്തൊക്കെ നിങ്ങൾക്ക് വാങ്ങാനുണ്ട് കുട്ടികളെ. ഒരു പേന അധികം വാങ്ങിക്കൂടെ ഈ ചുയിങ്കം വാങ്ങണ പൈസ ഉണ്ടെങ്കിൽ? തോന്നൂല കേട്ടോ നിങ്ങൾക്ക്. പേന വാങ്ങാനും തോന്നില്ല, പെൻസിൽ വാങ്ങാനും തോന്നില്ല, ഒന്നിനും തോന്നില്ല. മിഠായി വാങ്ങണം തന്നെ ചെറുപ്പത്തിൽ തോന്നുക. ഒരുപാട് മിഠായികളുണ്ട് കുട്ടികളെ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കിട്ടിയിരുന്ന മിഠായികളാണ് ഇപ്പോൾ കിട്ടിയിരുന്നത്. ചുയിങ്കങ്ങൾ നിങ്ങൾ കഴിവതും ഉപേക്ഷിക്കണം. കാരണം അതിലൊരുപാട് മയക്കുമരുന്നുണ്ട്. ചെറിയ അളവിലാണെന്നുണ്ടെച്ചാലും പലതുള്ളി പെരുവെള്ളമാണ് എന്നുള്ളൊരു ഓർമ്മ വേണം. പലതുള്ളി പെരുവെള്ളം. അതെന്തുകൊണ്ട്? ചെറിയ അളവാണ്, ചെറുത് പോയി വലിയ അളവിലേക്ക് നമുക്ക് ഈ MDMA-യിലൊക്കെ എത്തുന്നതിൻ്റെ കാരണം ഈ ചെറിയ അളവിൽ നിന്ന് തന്നെ വലിയതൊക്കെ എത്തുള്ളൂ. ചെറിയ മണിക്കല്ല് കൂട്ടി വെച്ചാൽ തന്നെയുള്ളൂ വലിയ മാളികകൾ കെട്ടാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഈ ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഫ്രണ്ട്സിനേക്ക് മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ പാരൻസിന് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്യണം. കാരണം വീട്ടിൽ നിന്ന് തന്നെ നിർത്തണം. വീട്ടിൽ നിന്ന് നിർത്തിയാലേ നമുക്ക് നാട്ടിൽ നിന്ന് നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്നത്തെ ലഹരി എന്ന് പറയുന്നത് നാളത്തെ ദുഃഖമാണെന്നുള്ളത് ഓർക്കണം. വളരെ നല്ലതാണ്. കാരണം ഞങ്ങളൊക്കെ സിഗരറ്റ് വലിക്കും. എൻ്റെ അപ്പായൊക്കെ സിഗരറ്റ്, ഞങ്ങളല്ല കേട്ടോ, ഞങ്ങളപ്പ സിഗരറ്റ് വലിക്കുന്ന സമയത്ത് എനിക്കൊക്കെ അതിൻ്റെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം തിങ്ങിയിട്ടായിരിക്കുക. ഞങ്ങളിങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും. എന്നിട്ട് പതിയെ നീച്ചു പോയിട്ട് പുറത്ത് പോയിട്ട് ശ്വാസം വിടും. കാരണം അത്രയും ഇതാണ്, ഡേഞ്ചർ പിടിച്ചൊരു കാര്യമാണ് അത്. ജീവിതത്തിൽ വരുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലാവുള്ളൂ, അനുഭവത്തിലേക്ക് വരുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലാവുള്ളൂ മക്കളെ. ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് വെറും കളിക്കുട്ടികളാണ്. പക്ഷേ ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സമയം നിങ്ങൾക്ക് ഒരു ദിവസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ അന്ന് മനസ്സിലാക്കും. അതുവരെ ഒരിക്കലും ആരും തന്നെ മനസ്സിലാക്കില്ല. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഉള്ള സമയത്ത് എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുള്ളൂ. നമ്മളൊന്ന് ICUവിൽ കിടക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വയ്യാണ്ട് നമ്മളൊരു ഗ്ലൂക്കോസ് കയറ്റിയിട്ട് കിടക്കുകയോ അല്ലെങ്കിൽ ഒരു വെൻറ്റിലേറ്ററിൽ ഒരാൾ കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയിട്ട് കിടക്കുമ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ. ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുക എന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ നമ്മൾ ബ്രീത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയം അത് വരുമ്പോഴാണ് ശരിക്കും നമുക്ക് ജീവന് എത്രത്തോളം വാല്യൂ ഉണ്ട്, നമുക്ക് ദാനമായിട്ട് പടച്ചോൻ തന്ന ജീവിതത്തിന് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഏത് ജാതി മതമോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളൊക്കെ ഫോണുകൾ ഉപയോഗിക്കുന്ന കുട്ടികളാണ്. ഈ ഫോണുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇന്ന് നിർത്തിയാലേ നമുക്ക് നാളേക്കത് ഉപകാരമാവുകയുള്ളൂ കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും അത് ചെയ്യുന്നവർക്ക് നിർത്താൻ കഴിയില്ല. ലഹരിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒരു പ്രാവശ്യം രുചിച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും അവർ നിർത്തില്ല. കാരണം അത് അവരെ അത്രയും അഡിക്റ്റഡാണ്, അതിനെ കൂടുതൽ അവരെ അറ്റാച്ച് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ഇടാനും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെ കമൻസുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ടിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.